ഒരു പിതാവ് കുട്ടിക്ക് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. സൈക്കിൾ മേടിച്ചു കഴിഞ്ഞ കുട്ടി ആ പിതാവിന് ജോലി സ്ഥലം മാറ്റം വന്നു പോയി. തിരിച്ചു വരുമ്പോൾ അമ്മ പറയാ, ഞാനാണ് കുട്ടിയെ സൈക്കിൾ കയറ്റം പഠിപ്പിച്ചതെന്ന്. ഈ കുട്ടിയെ സൈക്കിൾ കയറ്റം പഠിപ്പിച്ച കാരണം ഈ സൈക്കിൾ മേടിച്ചു കൊടുത്തത് പിതാവാന്ന് ഓർക്കുന്നില്ല. ജനം മറക്കില്ല. പറഞ്ഞോ. ഫ്ലാഷ് ബാക്ക്. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന എക്കണോമിസ്റ്റ് കേരളത്തെ നോക്കി അത്ഭുതത്തോടുകൂടെ വാർത്ത എഴുതി. ദ ലെഫ്റ്റ് പാരഡൈസ്, ഒരു ഇടതുപക്ഷ പറുദീസ. 8 പേജാണ് ലോക സാമ്പത്തിക തലസ്ഥാനത്തെ മാധ്യമം കേരളം നേടിയെടുത്ത നേട്ടങ്ങളെ സംബന്ധിച്ച് വാർത്ത എഴുതി നീക്കിവെച്ചത്. അങ്ങനെ മാതൃമരണ നിരക്കിലും ശിശുമരണ നിരക്കിൻ്റെ കുറവിൽ കേരളം ഇത്തവണ അമേരിക്കയെ കടത്തിവെട്ടി. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി 2026 കേരളം മാറി. അങ്ങനെ ലോകത്തിന് മുമ്പിൽ മലയാളിയുടെ അഭിമാനത്തെ, മലയാളിയുടെ അന്തസ്സിനെ വാനോളം ഉയർത്തി കെട്ടപ്പെട്ട ഒരു പതിറ്റാണ്ട് കാലമാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. അത് വഴിയേ അറിഞ്ഞോളൂ. കുറേ നാളുകളായി തള്ളു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിനുണ്ടായ മാറ്റം ആളുകൾക്ക് നേരിട്ട്, നിങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ അടുക്കളയിൽ പോയി അന്വേഷിച്ചാൽ കേരളം ഇനി മാറണോ എന്ന് അവർ പറയും. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു മലയാളിയുടെയും ദൈനംദിന വരുമാനത്തിൽ 1 രൂപയുടെ വർധന വരുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ആരോഗ്യം കേരള മോഡൽ എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നവർ ഇപ്പോൾ എന്താ മിണ്ടാത്ത? വെന്റിലേറ്ററിലാണ് കേരളത്തിലെ ആരോഗ്യരംഗം. ആ വെന്റിലേറ്ററിനും തീ പിടിച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിലെ ധൈര്യമായി സർക്കാർ ആശുപത്രികളിൽ ആളുകൾക്ക് എത്താൻ പറ്റില്ല. കാരണം തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ ഉപകരണങ്ങൾ കൂടിയാണ് പാവപ്പെട്ട സ്ത്രീകൾ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. അത്രയ്ക്ക് അതിദാരുണമായ സ്ഥിതി ആരോഗ്യരംഗത്ത്. RDP യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?